എൻ്റെ ഉമ്മച്ചി വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ഉമ്മച്ചി ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ മാളൂസിന് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാറുണ്ട്, പറയാതെ വന്നിട്ട്. ഇപ്പോൾ കുറച്ചായി വന്നിട്ട്. സോ ഇപ്രാവശ്യവും മാളുവിനോട് പറയാതെ വരാറുണ്ട്, കൂട്ടത്തിൽ ലിച്ചുവിനോടും പറയാതെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ രണ്ടു പേർക്കും ഒരു സർപ്രൈസ് കൊടുക്കാം. അപ്പം മുബിക്കറിയാം, പക്ഷേ എന്നോട് സംസാരിച്ചപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നോടും പറയാതെ വരണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുബീനോട് പക്ഷേ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മച്ചി വരില്ല, തീരുമാനം മാറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും മുബിക്കൊരു ക്ലൂ ഉള്ളത് കൊണ്ട് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. പക്ഷേ ലിച്ചും മാളും എന്തായാലും സർപ്രൈസ് ആവും, ഞാൻ കാണിച്ചു തരാം. മാളൂസ് ഉറങ്ങാം ഗൈസ്. ഉമ്മച്ചി ഇതാ വയനാട്ടിൽ നിന്നും കൊച്ചിയിലെത്തിയിട്ടുണ്ട്. എന്താ ഇതന്നെ പണി, പിന്നെ ഇപ്പം എന്താ ചെയ്യാ? എന്നാ വരൂ, ലഗേജ് ഉണ്ടോ കുറെ? കാണുമ്പോ ഒന്നും ഇല്ലാതെ അമ്മേ ഒളിപ്പിക്കണം എടുക്ക് ചെരുപ്പ് എടുക്ക്. ഉമ്മച്ചി വെൽ പ്ലാൻഡ് ആണ്. നമുക്ക് ലിച്ചുവിനൊന്ന് സർപ്രൈസ് ചെയ്യാം. മാളൂസിനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എന്താ അല്ല, ഉമ്മച്ചി വരുന്നത് അറിയില്ലല്ലോ. ഇന്നലെ കേട്ടോ എന്തോ ഒച്ചുണ്ടാക്കല്ലേ. ഉമ്മച്ചി മാളൂസിൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങിക്കോ. എണീറ്റോട്ടെ. കുളിച്ചങ്ങ് ഉറങ്ങിപ്പോയി. ഗുഡ് മോർണിംഗ് മാലു. എന്താ കുഞ്ഞേ? വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയത് എന്താ നീ? സ്വപ്നം കാണാണോ? ഉമ്മ വന്നിട്ടില്ലല്ലോ. സ്വപ്നം കാണാ നീ. ഇനി നമുക്ക് ലിച്ചുകുഞ്ഞാൻ്റീനെ ഞെട്ടിക്കാൻ വേള്. അന്തപ്പോ ഉമ്മച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. എനിക്കറിയായിരുന്നു, അമ്മനെയും പറ്റിക്കാൻ വിചാരിച്ചതാ, പക്ഷെ പാളിപ്പോയി. അങ്ങനെ ഉമ്മച്ചീൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. മാളൂസ് പിന്നെ ആര് വന്നാൽ ഇതാണല്ലോ പരിപാടി. അതെ, വന്ന പട മാളൂസ് ചോറും കറി വെപ്പിക്കാൻ കൊണ്ടുപോയി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ അടുക്കള കൊണ്ടുപോകാൻ. എന്ത് മാളു, അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാണ്ട് ഓരോ ദിവസം ഓരോ ഗെയിംസില്ലേ മാളു. കഴിക്കാൻ വേണ്ട എന്താന്ന് ഇപ്പൊ ചോദിക്കും. ഇത് കഴിഞ്ഞ അമ്മച്ചി ഉണ്ടാക്കണം കഴിക്കാനുള്ളത്. ഞാൻ വിചാരിച്ച നീ മറന്നോന്ന്. അപ്പൊ വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കണ്ടേ? ഫുള്ള് ഇരുട്ടൊന്നും കാണുന്നില്ല. ആ ഇതാണ് ഗൈസ് മാളൂസിന് ലിച്ചു വന്നു കഴിഞ്ഞാലുള്ള ആ ലൈറ്റ്. ഗൈസ് ഇതാണ് മാളൂസിന്റെ പണി. ലിച്ചു വന്നു കഴിഞ്ഞാൽ കളിക്കാൻ വിളിക്കാം. നീ വരുമ്പോ കളിക്കണം എന്ന് പറഞ്ഞ് കൊറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഇപ്പൊ ഒന്ന് കണ്ടിട്ട് പോക്കോ മാളു. ഇന്ന് കളിക്കാൻ വരില്ല, ഇന്നെല്ലാം കണ്ടിട്ട് പോകും. ഓക്കെ, ഇന്ന് കുഞ്ഞാറ്റിക്ക് ഉറങ്ങണം. അതാ നാളല്ലേ? അതെന്താ നാളല്ലാത്ത? മറ്റന്നാൾ എക്സാം, അപ്പൊ നാളല്ല. ഈ ലിച്ചന്റെ എങ്ങനെയാന്ന് അറിയും? ലിച്ചന്റെ ഫാൻസ് കളിക്കാൻ വരാത്ത. അയ്യോ, ലിച്ചു ഇങ്ങനെ പേടിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അമ്മച്ചി പറഞ്ഞ ലിച്ചു ഞെട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നീ എന്താ വിചാരിച്ചേ? രൂപം. അതെ, എന്താണേലും വേണ്ടില്ല, പേടിച്ചല്ലോ. ഇതൊരു ജ്യൂസ് അടിക്കാനാ.
ഞാൻ വ്ലോഗ് എടുക്കുമ്പോ എനിക്ക് ഡൗട്ട് വന്നിട്ട് ചേച്ചി പറഞ്ഞു ഉമ്മച്ചിന്തോടെ അപ്പോളോ എന്താടി ഉമ്മച്ചി പറഞ്ഞ ഓളൊന്നും മൈൻഡ് ആക്കൂലേ ചിലപ്പോ ഉമ്മച്ചി ഞെട്ടിപ്പോയി നീ ഞെട്ടണ കണ്ടിട്ട് ആ ഞാൻ വാതിൽ തുറക്കുമ്പോ ടപ്പേന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ ഇത് കുറച്ചു നേരം അതെ ഇവള് ബെല്ലടിച്ച് ഞാൻ പോയി വാതിൽ തുറന്നപ്പോ ആരും കാണില്ല അതെ അപ്പളും ഉമ്മച്ചീന്റെ ചിരിക്കണ ഒച്ച താഴെ കേക്കോള് എല്ലാം കൊള്ളായാണ് മാളൂസാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കളിക്കാൻ വാലിച്ച് വന്ന് കേറിയ പാടെ സാധാരണ ഇത്രയും നേരത്തെ പറയലില്ല പക്ഷെ ഇത് നന്നായി എന്തായാലും ലിച്ചുവിന് അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റാത്തതായിരുന്നു ഇന്ന് അത് ഏറ്റെന്തായാലും ഇവിടെ ഭയങ്കര നല്ല ചക്ക വറുത്തതുണ്ട് ഗൈസ് ഇത് കഴിച്ചോക്കാം ഇത് അടിപൊളി ഇതാണ് ചക്ക വറുത്തത് മാളു പിന്നെ അത് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മച്ചി ഞാനതൊക്കെ എടുത്ത് വെക്കായിരുന്നു ഉപ്പിലിട്ട മാങ്ങയുണ്ട് കണ്ണി മാങ്ങ ഞാൻ കുറച്ചെടുത്ത് പുറത്ത് വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ കാന്താരി മുളകുണ്ട് ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ എടുക്കാൻ സുർക്കയിലിട്ടത് പിന്നെ നെല്ലിക്ക ഇത് ഞാൻ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് നെല്ലിക്ക ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് തിളപ്പിച്ചിട്ട് ഉപ്പിലിട്ടേക്കാം പിന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അമ്മച്ചി കൊടുക്കാൻ അപ്പം മസാല ദോശയും ചട്നിയും ബട്ടർ ഫ്രൂട്ട് ജ്യൂസും അവക്കാഡോ ജ്യൂസും ആണ് എന്നുള്ളത് എങ്ങനെയുണ്ട് നാളെ മുതൽ മെച്ചി ഉണ്ടാക്കണമല്ലോ ഇന്ന് ഞാൻ രാജിവെക്കുന്നു ഇതാണ് എൻ്റെ രാജിക്കത്ത് മസാല ദോശ അതെ ഇത്രയും ദിവസം കമാന്നൊരു അക്ഷരം ഉണ്ടാത്ത കുട്ടിയാണ് ഇനി അവള് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും തിന്നണം എല്ലാം തിന്നണം അങ്ങനെ പഠിപ്പിച്ച് ഞാൻ ഇനി മെച്ചി വഷളാക്കരുത് എങ്ങനെയുണ്ട് ദോശ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അല്ല എന്താ ഇത് ലാസ്റ്റ് സഫറ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലും വെച്ച് ഉണ്ടാക്കണം അതെ എന്റെ കുട്ടിയുടെ മെനു ഉമ്മച്ചി നോക്കണം ലിച്ചുവിന്റെ എന്താ മാളു അതെ അങ്ങനെ തയ്ക്കാനുണ്ട് കുക്ക് ചെയ്യാനുണ്ട് പുട്ടോ എന്റെ മക്കളെ അമ്മച്ചി ഒരു പണി ചെയ്ത് കൊടുക്കരുത് ചെയ്ത് കൊടുത്ത അമ്മച്ചിക്ക വന്നിട്ടില്ല ഓൾ അതിൽ കിടത്തും ഞാൻ മുബിക്കാകിനെ പറ്റിക്കാൻ വിചാരിച്ചിട്ട് നടന്നില്ല മുബിക്കാക്ക് മനസ്സിലായി യെസ് അല്ല ഞാൻ തീരുമാനം മാറ്റിന്ന് പറഞ്ഞു പെട്ടെന്ന് അത് വിശ്വസിച്ചില്ല ഷാനുവിന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു വട്ടം കഴിഞ്ഞതാണ് ഒരു നീ ലോങ് ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു നോക്കട്ടെ പാസ്പോർട്ട് നോക്കട്ടെ ആദ്യം ഫസ്റ്റ് ഓ പാസ്പോർട്ടില് ഫോട്ടോ കാണിക്കാൻ എത്ര വലിയ മടി നോക്കട്ടെ ഒരു പാസ്പോർട്ടിന്റെ ഫോട്ടോ ആണ് വാവ് ആരാധി അവരൊക്കെ അത്രേ ഉള്ളൂ എന്റെ അടിപൊളി ഫോട്ടോയാ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇതാ മീൻ മാർക്കറ്റ് പോവാണ് രാവിലെ തന്നെ ഇവിടെ ഭയങ്കര മാർക്കറ്റ് ഉണ്ടെന്ന് മുബി എപ്പോഴും പറയലുണ്ടെന്നല്ലാതെ ഞാൻ പോയി കണ്ടിട്ടില്ല സോ ഒരു 4 കഷ്ണം മീൻ വാങ്ങാൻ 4 ആള് പോകുന്നുണ്ട് ഉമ്മച്ചീനെ അതെ ഉമ്മച്ചിയും പറഞ്ഞു മീൻ വാങ്ങാൻ നമുക്ക് ചിക്കനും പച്ചക്കറിയും ഒന്നും വേണ്ട ഇന്ന് നമുക്ക് മീനാക്കാം അപ്പൊ നമ്മൾ പോയി നോക്കട്ടെ അവിടെ എന്തൊക്കെയോ നമ്മൾ കാണാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാ മൂവി പറഞ്ഞല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം ആള് ഉറക്കത്തുനിന്നൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ലേലം വിളിക്കണം അവിടെ പോയിട്ട് അതിന് നമ്മൾ അത്രയൊന്നും വാങ്ങില്ലല്ലോ ലേലം വിളിച്ച് അതെ അവരിങ്ങനെ കൊണ്ടുവന്ന് തട്ടിലിട്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് നോക്കി നോക്കാം
ഞങ്ങൾ പോണത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് മാർക്കറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് വരാപ്പുഴ മാർക്കറ്റ്. കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ടോപ്പ് മാർക്കറ്റ് കേട്ടോ, കാണിച്ചു തരാം. നല്ല രസമുണ്ട് വഴി. ഇവിടെ കായലുണ്ട്, കാണുന്നില്ല. അപ്പൊ നമ്മൾ എവിടെ എത്തി മുബിക്കാക്ക? വരാപ്പുഴ മാർക്കറ്റ്. വണ്ടി എടുത്ത് നടക്കാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. മുയലിറച്ചിയാണോ? ഇതിനാണോ? താറാനാണോ? ദാദാ മാളു ലേലം ചെയ്യണു മീന്. ഞണ്ട് നോക്ക്, ഞണ്ട് ആ പിടിച്ചോണ്ടിരുന്ന മീനിന് ജീവൻ കണ്ടോ? ഞാനും മീനിന് ജീവനുണ്ട്. അങ്ങനെ എങ്ങനെയുണ്ട് മാർക്കറ്റ്? വേറെ ലോകത്ത് വരുന്നല്ലേ. നമുക്ക് മീൻ നോക്കുവാണ്. ഇത് നോക്കി ആ എന്ത് കക്ക വേറെ ഉണ്ടാവും. നോക്കി ഷാനു, ചെമ്മീൻ നോക്കി, എന്താ കരിമീൻ നോക്കി, കരിമീൻ പെടയി നോക്കി, ജീവൻ നോക്കി, ജീവൻ നോക്കി. ആളോ നോക്കി നോക്കി ജീവൻ. ഫ്രഷ് മീനല്ലേ, ഫ്രഷ് മീൻ നേറ്റില്ല ആളോ. ജീവനുള്ള മീനെ കണ്ടില്ല. എന്താ മീൻ നോക്കി, പല ഐറ്റം ഉണ്ടാവും. അത് ആ സൈഡിലൊക്കെ നോക്കി. ഒരു മീൻ ഇവിടെ കിട്ടാതെ ഷാനു, മീനിന് വന്നിട്ട് ഒരു മീൻ ഇവിടെ കിട്ടാതെ നീ പോവില്ല. ഇഷ്ടപ്പെട്ടില്ല, പാവം തോന്നുന്നുണ്ട് അല്ലേ? റബ്ബർ ഇട്ട് വെച്ചിരിക്കുക. കക്ക വാങ്ങാം, കക്ക നന്നാക്കണ്ടെന്നല്ലേ? ഞാനും വണ്ടി പോയിരിക്കണം. അമ്മച്ചി കാര്യമായിട്ടുള്ള പർച്ചേസിങ്ങിലാണ് ഗൈസ്. മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടുള്ള മാങ്ങയും വാങ്ങുന്നുണ്ട് ഞങ്ങള്. ആ മജറ കൂർക്കലും ആ കയ്പേ. ആ ഓക്കെ, നാളും കൂടി തിരി കഴിക്ക്, വേഗം കഴിക്ക്. കയ്പൊക്കെ കഴിച്ചു ഗൈസ്. നല്ലതാണ്. എങ്ങനെയുള്ള കഴിച്ചേ? ഓ മൈ ഗോഡ്, കേക്ക് വാങ്ങി കൊടുക്കടാ. അത് ഞങ്ങൾ കണ്ടില്ല. ഒന്ന് വാങ്ങി കേറിയതാ ബേക്കറിയില്. കയ്പൊക്കെ തിന്നതിന് അങ്ങനെ 2-3 ദിവസത്തേക്ക് കറി വെക്കാനുള്ളതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഫുള്ള് ഫിഷാണ് ഇനി അങ്ങോട്ട്. അപ്പം ഉമ്മച്ചിയാണ് ഇനിയിപ്പോൾ ഫുള്ള് കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഈവനിങ് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്ന് ഉച്ചയ്ക്ക് ഉമ്മച്ചി കക്കയായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നാളെ കരിമീൻ, അങ്ങനെ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന ഈ ഒരു അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഷീറ്റാണിത്. ഇതിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സോഫ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ മതി. നല്ല മസാലയൊക്കെ ഇട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചീസും ഒറിഗാനോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുത്താൽ മതി. സംഭവം എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി, അപ്പം തന്നെ വയറ് നിറയും. നമ്മൾ ബർഗറൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. ആ ടേസ്റ്റ് അല്ല, അത്രയും
ഫില്ലാകും. അങ്ങനെ മാളൂട്ടിക്കും എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്, സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. മെസ്സിക്ക് പിന്നെ നൂഡിൽസിനോട് അത്ര താല്പര്യമില്ല, എന്നാലും ഇങ്ങനെ ഒരു സ്നാക്സ് പോലെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഈ സ്നാക്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു വീഡിയോയിൽ കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷീറ്റ് മാത്രമേ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളൂ. നൂഡിൽസ് ചീസൊക്കെ ഇട്ട് കഴിച്ചാലും മതി. പിന്നെ ഒരു വെറൈറ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.